കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് 55-ാമത്തെ ആയത്തായിരുന്നു. അതിൻ്റെ ആയത്ത് മാത്രമാണ് നമ്മൾ ഓതിപ്പോയത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു അർത്ഥവും വിശദീകരണവും പറഞ്ഞ വേഗത്തിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. 55-ാമത്തെ ആയത്തൊന്നുകൂടി ഓതി നോക്കിയോളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ولا يزال الذين كفروا في مرية منه حتى تأتيهم الساعة بغتة أو يأتيهم عذاب يوم عقيم. ആയത്ത് നമ്മൾ ഇന്ന് ഓതി പഠിച്ചതാണ്. അടുത്ത ആയത്ത് അൽ മുൽക്കു യൗമഇദിൽ ലില്ലാഹ്. ഓദിക്കേ. അൽ മുൽക്കു യൗമഇദിൽ ലില്ലാഹി യഹ്കുമു ബൈനഹും فالذين آمنوا وعملوا الصالحات في جنات النعيم في جنات النعيم والذين كفروا وكذبوا بآياتنا فأولئك لهم عذاب مهين. والذين كفروا وكذبوا بآياتنا فأولئك لهم عذاب مهين. ഈ ആയത്തുകളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നമ്മുടെ നാട്ടിൽ മദ്രസ സംവിധാനത്തിലൂടെ കടന്നു വരുന്ന, നാട്ടിൽ പ്രത്യേകിച്ച് സമസ്ത പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ മദ്രസയുണ്ട്, അവിടെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ അടുത്ത് പെരുന്നാളിൻ്റെ അന്ന് ഒരു സഹോദരൻ, ചെറിയൊരു പരിചയമുണ്ട്, നമ്മുടെ ആദർശത്തിലൊന്നുമല്ല, എന്നാലും നമ്മുടെ സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഖുർആൻ പഠിക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു 10 കിലോമീറ്റർ പരിധിയിൽ ഒരു സെൽഫി പള്ളിയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ യാസീൻ പഠിച്ചിട്ടുണ്ട്, ഹദ്ദാദ് പഠിച്ചിട്ടുണ്ട്, പിന്നെ മൊയ്തീൻമാല കുറേ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഖുർആൻ വരെ പഠിച്ചിട്ടില്ല. അത് പഠിക്കണം തോന്നുന്നുണ്ട്. ഞാൻ മാത്രമല്ല ഉസ്താദേ, എൻ്റെ ചങ്ങായിമാർ 4-5 ആൾക്കാർ അവരൊക്കെ റെഡിയാണ്. ഖുർആൻ പഠിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പക്ഷെ അദ്ദേഹം ഞാൻ വിചാരിച്ചു ഒരു വെറും വാക്ക് അങ്ങനെ വെറുതെ പറയാണോ തോന്നിപ്പോയി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് 2-3 ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്തു. നമ്മൾ ഏതൊക്കെ സൂറത്ത് അറിയാം, എത്ര അർത്ഥം അറിയാം എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്കൊരർത്ഥം അറിയില്ല, ശരിക്കും ഓതാൻ തന്നെ അറിയില്ല. മദ്രസയിൽ അന്ന് പോയി ഉസ്താദ് പെരും തല്ലൊക്കെ തല്ലിന്നു. അത് എന്തെങ്കിലും തെറ്റിയാലൊക്കെ, ഒരു ആയത്ത് തെറ്റിയാലും ഒരു തജ്വീദ് തെറ്റിയാലൊക്കെ ഭയങ്കര തലക്കും. ഒരു ആയത്തിന് അർത്ഥമൊന്നും ഞങ്ങൾക്ക് അറിയില്ല. 8ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഫാത്തിഹ മുതൽ അർത്ഥം പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും വല്ല മാർഗമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതേ അവസ്ഥയാണ് നമ്മളെ പരിസരത്തൊക്കെ ഉള്ളത്. ഒരു കാണുമ്പോൾ ഭയങ്കര ഉഷാറൊക്കെ കേൾക്കും. നിങ്ങളൊരു സൂറത്തുനിന്ന് ഒരു ആയത്തിൻ്റെ അർത്ഥം ചെന്ന് ചോദിക്കും. +2 വരെ മദ്രസയിൽ പഠിച്ച, സമസ്തയിൽ പഠിച്ച ആൾക്കാരോട് നിങ്ങൾ ഖുർആനിലെ സൂറത്ത് ളുഹൻ്റെ അർത്ഥം ചോദിക്കും, അലം നശ്റഹ് ലക സദ്റകിൻ്റെ അർത്ഥം ചോദിക്കും, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കിൻ്റെ അർത്ഥം ചോദിക്കും. ഇത് പഠിക്കണില്ല. വേറെ എന്തെല്ലാം സദസ്സ് മജ്ലിസുന്നൂറും മഹദറത്തുൽ ബദരിയൊക്കെ ഇട്ട് ഗംഭീരമായിട്ട് നടത്തുകയാണ്. അപ്പോൾ ഇവിടെ ഖുർആനിൻ്റെ അർത്ഥം പഠിക്കാൻ പുതിയ തലമുറ തയ്യാറാകുന്നുണ്ട്. നമ്മൾ അവരൊന്ന് ചേർത്ത് പിടിക്കാൻ, വിളിക്കുക, സംസാരിക്കുക, എത്തിക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഈ കലാമ് എത്താത്ത ഒരു കൽബ് എത്ര ദുർഗന്ധമായിരിക്കും അവിടുന്ന് വരാമെന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഖുർആൻ പറയാണ്, വലാ യസാലുല്ലദീന കഫറൂ ഫീ മിരിയത്തിൻ മിൻഹു. ഈ കാഫിരീങ്ങളായ ആളുകളുടെ അവസ്ഥ പറയാണ്, വലാ യസാലു, അവർ ആയിക്കൊണ്ടേയിരിക്കും. ഈ അറബിയിലുള്ള ഒരു പ്രയോഗമാണ് മാസാല എന്നാണ് പറയുക. മാസാല, മാ ബരിഹ, മംഫക്ക എന്നൊക്കെ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളുണ്ട്.
കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഫോമിനാണ് അങ്ങനെ പറയാം. മാസാല വലാ യസാലു ആയിക്കൊണ്ടേയിരിക്കും. അല്ലദീന കഫറു കാഫിരീങ്ങൾ എന്തിലായിരിക്കും? ഫീ മിരിയത്തിൻ അവർ സംശയത്തിലാണ്. ഓൾക്ക് 500 കൊല്ലം ആയുസ് കൊടുത്താലും ഓല സംശയമാണ് പരലോകം എങ്ങനെ ഉണ്ടാകാം. ഈ ഭൂമി ഒരു മുട്ടുസൂചി തന്നെ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര അത് ശരിയാ തന്നെ ഉണ്ടാവില്ല, അത് എന്തെങ്കിലും കമ്പനി ഉൽപ്പാദിപ്പിക്കാതെ ഇപ്പം ഉണ്ടാവില്ല. എന്ന ഈ കോടാനുകോടി സൃഷ്ടികളെക്കാൾ വലുപ്പമുള്ള ഭീമാകാരമായ ഈ ആകാശഭൂമി സൂര്യൻ ഇതൊക്കെ തന്നെ ഉണ്ടായി, അത് തന്നെ ഉണ്ടായതാണ്. അവന്റെ സംശയം നീങ്ങൂല. വലാ യസാലുല്ലദീന കഫറു ഫീ മിരിയ കാഫിരീങ്ങൾ സത്യത്തെ അവിശ്വസിച്ചവർ അവർ സംശയത്തിൽ ആയിക്കൊണ്ടിരിക്കും. മിൻഹു അതിനെക്കുറിച്ച് പരലോകത്തിനെ കുറിച്ച്. ഹത്താ തഅതിയഹുമുസ്സാഅതു ഖിയാമത്ത് നാള് സംഭവിക്കുന്നത് വരെ അവർക്ക് സംശയിക്കും. നമുക്കിത് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ, കൊടുന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഹത്താ തഅതിയഹുമുസ്സാഅതു അവർക്ക് അന്ത്യസമയം പരലോകം വരുന്നത് വരെ. എങ്ങനെ? ബഗ്തതൻ പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് അവരിലേക്ക് ഖിയാമത്ത് നാൾ വരുന്നത് വരെ അവർക്ക് സംശയിക്കും. വന്നാൽ അവർ പറയും ഞങ്ങൾ കദ്ദബിന, ഞങ്ങൾ നിഷേധിച്ചു പോയി, ഞങ്ങളിങ്ങനെ സംഭവിച്ചു പോയി, ഞങ്ങൾ അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ ഒരു പറയും. കാര്യമില്ല. ഔ അല്ലെങ്കിൽ യഅതിയഹും അവർക്ക് വന്നെത്തുന്നത് വരെ അവർ നിഷേധിക്കും. അദാബു ശിക്ഷ, യൗമിൻ അഖീം അഖീമായ നാണം കെട്ട നന്മയില്ലാത്ത ഒരു ദിവസം, ഒരു സുഖവും തരാത്ത, പീഡനങ്ങൾ മാത്രമല്ല, വേദനകൾ മാത്രമല്ല, ഭയം മാത്രമല്ല, അഖീമായ ഗുണം കെട്ട നന്മയില്ലാത്ത ഒരു ദിവസം അവർക്ക് വരും. ആ ദിവസം ശിക്ഷ വരുന്നതിൻ്റെ വരെ ഒരു നിഷേധിച്ചുകൊണ്ടേയിരിക്കും. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ കുഫാരിങ്ങൾ ഒരു അടയാളമാണ്. ഫീ ശക്കിൻ വറൈബിൻ മിൻ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓലിങ്ങനെ സംശയത്തിലായി പോവും. അല്ലെങ്കിൽ ശൈത്വാൻ അവർക്കത് സംശയത്തിലാക്കിയിട്ട് ഇങ്ങനെ നിർത്തിക്കൊടുക്കും, തീർക്കൂല. അള്ളാന്റെ അദാബ്, അള്ളാന്റെ കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നത് വരെ അവരിങ്ങനെ പോകും. ഈ നിഷേധിക്കുന്ന കൗമൊക്കെ അള്ളാന്റെ അനുഗ്രഹത്തിലാണ് ജീവിക്കുന്നത്. ശ്വാസം, വെള്ളം, അവിടുത്തെ നാട് എല്ലാം അള്ളാഹ് കൊടുത്തിട്ടാണ്. ഇന്നഹു ലാ യഗ്തറ ബില്ലാഹി ഇല്ലൽ ഖൗമൽ ഫാസിഖൂൻ, അള്ളാനെ വഞ്ചിക്കുന്ന ആൾക്കാർ ഫാസിഖീങ്ങളല്ലാത്തൊരു മനുഷ്യനുണ്ടാവില്ല. അപ്പൊ ഇവർക്ക് പെട്ടെന്നൊരു ശിക്ഷ വന്നെങ്കിലല്ലാതെ അതുവരെ ഇവരെ സംശയം തീരൂല. അതേ സമയത്ത് അന്നേ ദിവസം ആ ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ ഉണ്ടാകുന്നത് പിന്നെ ഞമ്മക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അൽ മുൽക്കു യൗമഇദിൽ ലില്ലാഹി യഹ്കുമു ബൈനഹും. ആ 2 അൽ മുൽക്കു യൗമഇദിൽ ലില്ലാഹി യഹ്കുമു ബൈനഹും ഫല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഫീ ജന്നാത്തിൻ നഈം വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഫഉലൈക ലഹും അദാബും മുഹീൻ. അൽ മുൽക്കു, അന്നേ ദിവസം അധികാരം എന്നത്, ആധിപത്യം എന്നത്, രാജത്വം എന്നത്, യൗമഇദിൻ അന്നേ ദിവസം, ലില്ലാഹി, ആർക്കാണ്? ലില്ലാ. അന്ന് ഫുൾ അധികാരം അള്ളാഹ്ക്കാണ്. അള്ളാഹ് ഉണ്ടാകുമെന്ന് പറഞ്ഞത് അവിടെ ഉണ്ടാകും, അള്ളാഹ് സംഭവിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ നടക്കും. അള്ളാഹിൻ്റെ അധികാരത്തിലും ആധിപത്യത്തിലും അന്ന് ദിവസം മുഴുവൻ നടക്കും. ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് അങ്ങോട്ട് പോകാം, അവിടെ ഇരിക്കുക, അവിടെ പോകാം. അന്ന് നടക്കൂല. യഹ്കുമു ബൈനഹും, അന്ന് അള്ളാഹു അവന്റെ വിധി നടത്തും. അള്ളാഹ് ഉദ്ദേശിച്ച ആൾക്കാരെ അള്ളാഹ് എത്തിക്കേണ്ടിടത്ത് അന്ന് എത്തിക്കും. അവർക്കിടയിൽ വിധി തീരുമാനാക്കും, നരകം സ്വർഗം തീരുമാനിച്ചു കൊടുക്കും. ഫല്ലദീന ആമനു, അന്ന് സത്യവിശ്വാസികളായാൽ, വഅമിലുസ് സാലിഹാത്തി, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരായാൽ, ഫീ ജന്നാത്തിൻ നഈം, സുഖാനുഗ്രഹത്തിന്റെ സ്വർഗത്തിലായിരിക്കുണ്ടാവുക. ജന്നാത്തിൻ നഈം, സ്വർഗത്തിന്റെ വേറെ വേറെ പേരുണ്ട്. ജന്നാത്ത് അദ്ൻ,
ജന്നാത്തുൽ ഫിർദൗസ്, ജന്നത്തുൽ മഅ്വാ, അങ്ങനെ പേരുണ്ട്. ദാറുസ്സലാം, ജന്നാത്തിൻ നഈം, അനുഗ്രഹീതമായ സ്വർഗത്തോട്ടം, അനുഗ്രഹീതമായ സുഖജീവിതത്തിൻ്റെ കേന്ദ്രം നഈം എന്ന് പറയാം. നിഅമത്ത്, നഈം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അത് അൽ മുൽക്കു യൗമഇദിൻ ലില്ലാ എന്ന് പറഞ്ഞ ആ ദിവസം മാലിക് യൗമിദ്ദീനാണ്. എന്താ മാലിക് യൗമിദ്ദീൻ അർത്ഥം? മാലിക് യൗമിദ്ദീൻ അർത്ഥം പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായവൻ. ആ പ്രതിഫല ദിവസമാണ് ഇവിടെ യൗമഇദിൻ എന്ന് പറയുന്നത്. മാലിക് യൗമിദ്ദീൻ സൂറത്തുൽ ഫാത്തിഹയിൽ എത്രാമത്തെ ആയത്താണ്? ഓതി വെക്കാൻ പറ്റില്ല, ഓതി വെക്കാതെ പറയണം. 9-ാമത്തെ, ആകെ 7 3-ാമത്തെ ആയത്ത്, 4-ാമത്തെ ആയത്ത് ഓതി കിട്ടി, കുറച്ച് കിട്ടി. 4-ാമത്തെ ആയത്ത് മാഷാ അല്ലാഹ് കേട്ടോ, 4-ാമത്തെ ആയത്ത്. അപ്പോൾ അൽ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്ന ആ ദിനം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാനി, വേറെ ആയത്തിൽ വകാന യൗമൻ അലൽ കാഫിരീന അസീറ, സൂറത്തുൽ ഫുർഖാനിൻ്റെ 26-ാമത്തെ ആയത്തിൽ. അന്ന് റഹ്മാനായ റബ്ബിൻ്റെ ദിവസത്തിലാണ്, അധികാരത്തിലാണ് കാര്യം പോണത്. അന്ന് കാഫിരീങ്ങൾക്ക് അസീറായിരിക്കും, പ്രയാസായിരിക്കും. അസീർ, യസീർ. അസീർ പ്രയാസം, യസീർ എളുപ്പം. ഫല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് ആമനത് ഖുലൂബുഹും, കൽബ് കൊണ്ട് വിശ്വാസം ഉറപ്പിച്ച്, വസദഖൂ ബില്ലാഹി വറസൂലി, അല്ലാഹുവിനെ റസൂലിനെ ശരിക്ക് അംഗീകരിച്ച്, വഅമിലൂ ബിമഖ്തദാ മാ അലിമു, മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിച്ചവർ, വതവാഫഖ ഖുലൂബുഹും വഅഖ്വാലുഹും വഅഅമാലുഹും, കൽബിലുള്ള ഈമാനും നാവിലുള്ള വർത്തമാനവും അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനവും ഒരുമിച്ചായാൽ, കൽബിലുള്ളത് വേറെയും പ്രവർത്തനം വേറെയായ നിഫാക്ക്, കൽബിലൊന്നുണ്ട് പ്രവർത്തിക്കാതെയായാൽ ഈമാൻ കുറവ്, അങ്ങനെയാണ്. അതിന് പകരം കൽബിലുള്ളതും വായ കൊണ്ട് പറയുന്നതും പ്രവർത്തനങ്ങൾ കൊണ്ട് ചെയ്യുന്നതും ഒന്നായി മാറിയാൽ, തവാഫഖായാൽ, അവരാണ് ഫി ജന്നാത്തിൻ നഈം, സ്വർഗത്തിൻ്റെ അനുഗ്രഹീതമായ ലഹുമുൻ നഈമൽ മുഖീമല്ലദീ ലാ യഹൂലു വലാ യസൂലു വലാ യബീദു, നശിക്കൂല, നീങ്ങൂല, മാറിപ്പോകാത്ത സുഖം, തീരാത്ത സുഖം, അവസാനിക്കാത്ത സുഖം, നശിക്കാത്ത സുഖം, അനുഗ്രഹങ്ങൾ മാത്രം നിറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ വർണ്ണനങ്ങൾ. ഒരു സ്വർഗത്തിനെ കുറിച്ച് പറയുന്ന ആയത്തുകൾ മാത്രം ഓതി നോക്കുന്നുണ്ട്, എന്തൊരു ആനന്ദം തോന്നിപ്പിക്കുക, നമുക്കൊരു കൊതി തോന്നും. അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, പടച്ചോനെ എനിക്ക് സ്വർഗം തരണം. ഖുർആനിലെ ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ എല്ലാ ആയത്തിൻ്റെ അർത്ഥം നമുക്ക് അറിഞ്ഞോളുന്നില്ല. പക്ഷെ ചില വാക്കിൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിനെ പറ്റിയിട്ടാണ്. ജന്നാത്ത് എന്ന് കേട്ടാൽ നമുക്ക് എന്താ മനസ്സിലാകുക? ആയത്ത് സ്വർഗത്തെക്കുറിച്ച് എന്തുവാണ് പറയുന്നത്. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന പറയാം. അന്നാർന്ന് ഒരു അന്നാർ എന്തായിരിക്കും? അതിൻ്റെ പറ്റിയേക്കും അത് നരകത്തെ പറ്റിയാണ്. ഞാൻ വേറൊന്നും നരകത്തെ പറ്റിയായിരിക്കും. അപ്പോൾ എന്താ പ്രാർത്ഥിക്കുക? അല്ലാഹുമ്മ അജിർനി മിനൻ നാർ, പടച്ചോനെ എന്നെ എന്ന് രക്ഷപ്പെടുത്തുക. ഇത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ യൗമൽ ഖിയാമ എന്നൊരു പ്രയോഗം കിട്ടും. അപ്പോൾ എന്തിനെ കുറിച്ചേക്കും? ഖിയാമത്തിനെ കുറിച്ച്. പടച്ചോൻ അല്ലാഹുമ്മ യസ്സിർ ഹിസാബന, നിൻ്റെ വിചാരണ എളുപ്പാക്കി തന്നെ പടച്ചോനെ ഖിയാമത്തിനെ വലാ തുഹ്സിന യൗമൽ ഖിയാമ. അങ്ങനെ ഖുർആനോത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആ ഒരു ആയത്തുമായി ബന്ധപ്പെട്ട് വരുന്ന പരാമർശത്തിൽ എന്നെ ബാധിക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അതിലിങ്ങനെ കാവല് ചോദിക്കേണ്ടടുത്ത് കാവല് ചോദിക്കും. ആ കിട്ടാനുള്ളതാണെങ്കിൽ ചോദിച്ചു മേടിക്കും. ഉലായിക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗക്കാരായിരിക്കും എന്ന് കേൾക്കുമ്പോൾ അല്ലാഹുവേ എന്നെ അതിൽ ഉൾപ്പെടുത്തുന്ന റബ്ബേ, അങ്ങനെയാണ് ഖുർആനോത്ത്. ആ പറയുന്ന കാര്യത്തിലേക്ക് നമ്മളിങ്ങനെ മനസ്സ് അതിലേക്ക് വന്ന് കേൾക്കും. ഒരു പേജ് ഓതിയാൽ മതി. ആ ഓതുമ്പോൾ അതിനനുസരിച്ചൊരു അതിൽ ലയിച്ചുകൊണ്ട് ഓതുക എന്ന് പറയാം. ഫി ജന്നാത്തിൻ നഈം, അവർ സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗത്തിലായിരിക്കും. പിന്നെ ഖുർആൻ്റെ ശൈലിയാണ്, എവിടെ ആമനു അമിലുസ്സാലിഹാത്ത് പറഞ്ഞോ അവിടെ തൊട്ടപ്പുറത്ത് കാഫിര്യങ്ങളെ പറ്റി ഒന്ന് പറയും. കാരണം രണ്ടുണ്ട്. സ്വർഗത്തെക്കുറിച്ചൊന്ന് പറഞ്ഞപ്പുറത്ത് നരകത്തെക്കുറിച്ചൊന്ന് പറയും. മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞ കാഫിര്യങ്ങളെ കുറിച്ചൊന്ന് പറയും. ഫല്ലദീന ആമനു എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പുറത്ത് വല്ലദീന കഫറു ആയത്തൊതിക്ക് വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിനാ ഫൗലായിക ലഹും അദാബും മുഹീൻ. വല്ലദീന കഫറു, തീർച്ചയായും ഇനി കാഫിര്യങ്ങളായ ആൾക്കാർ,
വകദ്ദബൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയെല്ലാം നിഷേധിക്കുന്ന ആളുകൾ. കാഫിരീങ്ങൾ എന്ന് പറഞ്ഞാൽ നിഷേധി തന്നെയാണ്. കദ്ദബ എന്ന് പറഞ്ഞാൽ കളവാക്കി തള്ളിക്കളയുക, അങ്ങനൊന്നും ഇല്ലാന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളൊക്കെ നിഷേധിക്കുക, അള്ളാഹിനെ നിഷേധിക്കുക. ഫൗലായിക, അത്തരം ആളുകൾ, ലഹും അവർക്കുണ്ടാകും അദാബും മുഹീൻ. അദാബിന് അദാബ് എന്ന് പറയരുത്, അദാബാണ്, ദാലിനൊരു പുള്ളി ഉണ്ടാവും. അദാബും മുഹീൻ, നിന്ദ്യമായ ശിക്ഷ, അപമാനകരമായ ശിക്ഷ. അദാബ് ശിക്ഷ, മുഹീൻ നിന്ദ്യമായ അപമാനിക്കപ്പെടുന്ന ശിക്ഷക്കാണ് അങ്ങനെ പറയാം. കഫറത്ത് ഖുലൂബുഹും ബിൽ ഹഖ്, സത്യത്തിനെ നിഷേധിച്ച കൽബ്. വജഹദൂ ബിഹി വകദബൂ ബിഹി, അതിനൊക്കെ വ്യാജമാക്കി തള്ളി അള്ളാഹിൻ്റെ ആയത്തുകളൊക്കെ നിഷേധിച്ച്. വഖാലഫുർ റസൂൽ, പ്രവാചകന്മാർ പഠിപ്പിച്ചതിനൊക്കെ നേർവിപരീതം ജീവിച്ച്. വസ്തക്ബറൂ അൻ ഇത്തിബാഇഹിം, പ്രവാചകന്മാരെ പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് പിൻപറ്റുന്നതിൽ നിന്ന് കിബർ കാണിച്ച് മാറി നടന്നവർ. ഇത് നമ്മളൊക്കെ ബാധിക്കണമാണ്. പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് മാറി കിബർ കാണിച്ച് മാറി നടക്കുന്ന ആൾക്കാർ. പിന്നെ നമ്മളെ ഇഷ്ടം, നാട്ടുകാരുടെ ഇഷ്ടം, കുടുംബത്തിൻ്റെ തൃപ്തിയൊക്കെ നോക്കി നടന്ന് നബിമാർ പഠിപ്പിച്ചതോ അത് വലിയ പ്രശ്നമില്ല എന്നുള്ള അവസ്ഥ. ഫൗലായിക ലഹും അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യമായ ശിക്ഷ ഉണ്ട്. ഈ മുഖാബലത ഇസ്തിക്ബാരിഹിം വഇറാദിഹിം അനിൽ ഹഖി, സത്യത്തിൽ നിന്ന് മാറി സഞ്ചരിച്ച് കിബർ കാണിച്ചോർക്കുള്ളതാണ് ആ നരകം. കഖൗലിഹി തആല, അല്ലാഹു തആല വേറൊരായത്തിൽ പറഞ്ഞു സൂറത്തു ഗാഫിറിൽ, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നെ ആരാധിക്കുന്നതിൽ കിബർ കാണിച്ച് മാറി നിന്നവരെ നിന്ദ്യരായി പുച്ഛിച്ചവരായി നരകത്തിൽ നാം തള്ളിക്കളയുന്നതാണ്. അപ്പോൾ അത് പേടിക്കണം. സ്വർഗത്തിന് വേണ്ടി കൊതിക്കുക, നരകത്തു നിന്ന് രക്ഷപ്പെടാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളുടെ പുതിയ തലമുറയുടെ മനസ്സിനകത്ത് പോലും ഇത്തരത്തിലുള്ള കുഫറിൻ്റെ ആശയങ്ങൾ, ലിബറലിസം, അതുപോലെ തന്നെ ഈ ഭൗതികവാദ പ്രസ്ഥാനങ്ങൾ ഭയങ്കര ശക്തമായി ബാധിച്ചുകൊണ്ടിരിക്കുക. ദീനിയായി ജീവിക്കുന്ന വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മക്കൾ വരെ ഇത്തരം കാര്യങ്ങൾ സ്റ്റാറ്റസ് വെച്ചും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. പള്ളികളല്ല പള്ളിക്കൂടങ്ങളായിരം പണിയണം, അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ടോ. ദീനി നമ്മളറിയാതെ നമ്മൾ ദീനിനെങ്ങനെ നിഷേധിക്കുക, അള്ളാഹിൻ്റെ ആയത്തുകൾ ഇങ്ങനെ തള്ളിക്കളയുക. അതേപോലെയുള്ള ധാരാളം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. നമ്മളറിയാതെ പോയി നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന സംഭവമാണ്, എന്തെങ്കിലും ഒരു നല്ലൊരു മെസ്സേജ് കണ്ട് വേഗം കൊണ്ടുപോയി ഷെയർ ചെയ്യും. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താന്ന് നമുക്ക് ചിലപ്പോൾ അള്ളാഹിൻ്റെ വിധിനെ, ഖദറിനെ നിഷേധിക്കുന്ന സ്റ്റൈലിലുള്ള മെസ്സേജ് അയക്കും. ചില മോട്ടിവേഷൻ്റെ ആൾക്കാരുണ്ടാവും, ഓലിങ്ങനെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പൊക്കി വെക്കണം. ഇതിങ്ങനെ കേട്ടാൽ നമ്മൾ വിചാരിക്കും എന്ത് ഭയങ്കര പോയിന്റ്. അതിൻ്റെ ഉള്ളിൽ ഒരു ദൈവനിഷേധത്തിൻ്റെ ഒരു ടൂണുണ്ട്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുള്ള പക്വത എത്തുന്നത് പറയാം. അത് മനസ്സിലാക്കാനുള്ളൊരു പക്വത ഉണ്ടാവുക. അപ്പോൾ തിരിച്ചറിവുണ്ടാവണം. പല വഴികളിലൂടെ, പല തെറ്റായ മാർഗങ്ങളിലൂടെയാണ് ശൈത്താൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരിക. അതീവ സുരക്ഷിതമായി അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കുന്നവരായി നമുക്ക് മാറണം. നരകത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ചവർക്കെല്ലാം ഏത് പേരിലും, ഏത് അഡ്രസ്സിലും, ഏത് നാട്ടിലായിക്കോട്ടെ, ഫല്ലദീന കഫറു, കാഫിറായി, വകദ്ദബൂ ബിആയാതിന ഫൗലായിക ലഹും അദാബും മുഹീൻ. നമുക്കൊന്നുകൂടി ഓതി നോക്കല്ലേ, 3 ആയത്ത്. ولا يزال الذين كفروا في مرية منه حتى تأتيهم الساعة بغتة أو يأتيهم عذاب يوم نقيم الملك يومئذ لله يحكم بينهم فالذين آمنوا وعملوا الصالحات في جنات النعيم والذين كفروا وكذبوا بآياتنا فأولئك لهم عذاب مهين. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദിവസം 58 മുതൽ ആയത്തുകൾ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ അറിവുള്ള, ഉപകരിക്കുന്ന അറിവ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അറബ് രാജ്യത്തും മറ്റൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ അല്ലാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. ലോകത്തുടനീളം അല്ലാഹു തആല നമുക്ക് സമാധാന ജീവിതം നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ സംരക്ഷണം ലഭിക്കുന്നവർ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നാളെ ഞായറാഴ്ച രാവിലെ 9 മണിക്ക് സഹാറ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട്
പാരൻസ് അവെയർനെസ് ക്ലാസ് നടക്കുന്നുണ്ട്. മദ്രസയിലെ ഉപ്പാക്കും ഉമ്മാക്കും പങ്കെടുക്കേണ്ട പ്രോഗ്രാമാണ്. കുട്ടികളെ എവിടെയെങ്കിലും സുരക്ഷിതമായി ഏൽപ്പിച്ച് പുതിയ വെക്കേഷൻ കാലത്ത് വരുന്ന സമയത്ത് കുട്ടികളെ കൂടുതൽ സമയം കിട്ടുന്ന വാപ്പിയമ്മി എങ്ങനെയാണ് അവരെ നന്നാക്കാൻ ശ്രമിക്കേണ്ടത് എന്നും സ്കൂളുകളും വിദ്യാലയങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ ഒരു ട്രെയിനിങ് ക്ലാസ്സാണ്. അതുകൊണ്ടാണ് വാപ്പിയും ഉമ്മയും പങ്കെടുക്കണമെന്ന് പറഞ്ഞത്. സീരിയസ് ആയിട്ട് അതിനെ കാണണം, എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളൊക്കെ വളണ്ടിയർമാരായി അതിൻ്റെ സഹായത്തിനുണ്ടാവണം. ഷഫീഖ് സുലാഹി ആയിരിക്കും ഇൻഷാ അല്ലാഹ് ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ നമ്മുടെ മദ്രസ ആരംഭിക്കുകയാണ്. പുതിയ റമദാൻ കഴിഞ്ഞതിന് ശേഷം താഴെ അതൊന്ന് എല്ലാവരും ഒരുമിച്ച് നിന്നാലും ഒരു 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പണി താഴത്തുണ്ട്. എല്ലാവരും അതുകൊണ്ട് ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഒന്ന് മദ്രസൻ്റെ കാര്യങ്ങളൊന്ന് വൃത്തിയാക്കി കൊടുത്ത് അവിടെ നടത്ത ക്ലാസ്സിൻ്റെ ഒരു സിസ്റ്റത്തിലേക്ക് അത് മാറ്റി കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.